ഇല്ലാത്തൊരു ജീവിതം ഞാൻ ജീവിച്ചിട്ടുണ്ട്. കാരണം ഒരു 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ സിനിമയുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പ്രേക്ഷകനായിട്ട് മാത്രം നിന്ന് സിനിമയെ കണ്ട് സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു പാഷനോ ഒരു ഓഡിഷൻ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ആൾക്കാർ ക്യൂ നിന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എവിടെ നിന്നൊക്കെയോ വന്നിട്ടൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയുള്ള എഫേർട്ട് ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാന് കഷ്ടപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ഡാൻസിന് വേണ്ടിയിട്ടാ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്റ്റൈൽ പഠിക്കാനും. ഒരു ലക്കി ആക്ടർ എന്ന് വിളിക്കൂ. ഡെഫിനറ്റ്ലി ലക്ക് ഒരു എന്റെ കാര്യത്തിലൊരു വലിയ റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അതില് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും സിനിമയെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല. ഈവൻ കൊറോണ സമയത്തൊക്കെ ഇപ്പോ ആരെങ്കിലും നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമാണല്ലോ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ. യൂട്യൂബിലൊക്കെ കുറെ സീരീസും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാമെന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാം, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈവൻ ഈ അപ്പന്റെ ഓഡിഷൻ വന്നപ്പോ പോലും ഞാൻ വിചാരിക്കുന്നത് അതെന്തോ സ്പാം ആണോ, ആരോ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സാധനത്തിലായിരുന്നു. ഒരിക്കലും ഞാൻ എന്റെ ഭാഗത്തുനിന്ന് അത് ഓഡിഷൻ ആദ്യം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം അവർ പറഞ്ഞു ഇല്ല, ഭയങ്കര മെക്കാനിക്കൽ ആയിട്ടുണ്ട്, ഒരു ഡാൻസ് മിക്സ് ആവുന്നുണ്ട് ആക്ടിങ്ങിൽ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും എനിക്കൊരു സങ്കടവും തോന്നിയിട്ടില്ല, എനിക്കത് ആഗ്രഹം ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഡാൻസ് ആണ് എപ്പോഴും ഒരു വാട്ട് ഇസ് മൈ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിന് ആൻസർ ഡാൻസ് തന്നെയായിരിക്കും. അതായത് സിനിമ ഫീൽഡിൽ വന്നതിന് ശേഷവും സ്റ്റിൽ അത് തന്നെയാണ്. അതിന്റെ കൂടെ എനിക്ക് ഇപ്പോ ഈ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും അഭിനയം തന്നെയാണ്. അത് ഈവൻ ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് അഭിനയം തന്നെയാണ് ഡാൻസും. അത് ഈവൻ നമ്മുടെ കോസ്റ്റ്യൂം പോലും അഭിനയിക്കും ഡാൻസ് കളിക്കുമ്പോൾ. അതങ്ങനെയാണ്. അത് ഒരുപാട് ടെക്നിക്കലി പറയാൻ പറ്റില്ല, പക്ഷെ ഈവൻ നാട്യശാസ്ത്രം പോലും പറയുന്നത് നമ്മുടെ കോസ്റ്റ്യൂം പോലും അഭിനയിക്കും എന്നാണ്. അപ്പോ അതൊക്കെ അഭിനയം തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് ഡാൻസും ആക്ടിങ്ങും പാരലലി ഒരുമിച്ച് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഐ വിൽ ഓൾവേസ് ബി എ ഡാൻസർ. അതിന്റെ കൂടെ ആക്ടിങ്ങും കൂടെ ചെയ്യുന്ന, അതിന് വളരെ ആഗ്രഹമുണ്ട് ചെയ്യാനായിട്ട്, അതിൽ കൂടെ പോകുന്ന ഒരാളായിരിക്കും.